ഇങ്ങനെ ഈ ഒരു ദിവസം നമ്മൾ ആരംഭിച്ച തന്നെ ഒരു ദാരുണമായ സംഭവം കേട്ടുകൊണ്ടാണ്, അതിന്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടാണ്. തൃശൂർ നാട്ടികയിൽ ദേശീയപാത ബൈപ്പാസിനരികിൽ ഉറങ്ങിക്കിടക്കുന്നവർക്കിടയിലേക്ക് ലോറി പാഞ്ഞുകയറി 5 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഈ മരിച്ചവരിൽ 2 പേർ കുഞ്ഞുങ്ങളാണ്. മദ്യലഹരിയിലായിരുന്ന ക്ലീനറായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. പരിക്കേറ്റവരിൽ ആശുപത്രിയിൽ കഴിയുന്നവരിൽ 3 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇന്ന് പുലർച്ചെ 4-നായിരുന്നു തൃശൂർ നാട്ടിക JK തിയേറ്ററിനടുത്ത് ദാരുണ അപകടം. വഴിയരികിൽ ഉറങ്ങിക്കിടന്ന നാടോടികളുടെ മേലേക്ക് തടി കയറ്റി വന്ന ലോറി പാഞ്ഞു കയറി. കാളിയപ്പൻ, നാഗമ്മ, ബംഗാരി, 4 വയസ്സുകാരനായ ജീവൻ, 1 വയസ്സുള്ള വിശ്വ, 5 ജീവനുകൾ തൽക്ഷണം പൊലിഞ്ഞു. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഡിവൈഡറുകൾ തകർത്തെറിഞ്ഞാണ് ലോറി മനുഷ്യരുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങി മുന്നോട്ട് പോയത്. പുലർച്ചെ ഉറക്കത്തിലായിരുന്ന അവരിൽ ആരും തന്നെ മരണം വന്നുകയറി പാഞ്ഞു പോയതറിഞ്ഞില്ല. 30-ലധികം പേരുണ്ടായിരുന്നു റോഡരികിൽ കിടന്നുറങ്ങിയവരുടെ സംഘത്തെ. 6 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. റോഡരികിലെ ബാരിക്കേഡ് മറികടന്ന് പാഞ്ഞു കയറിയ ലോറിയാണ് അപകടമുണ്ടാക്കിയത്. ശേഷം ലോറി നിർത്താതെ ഓടിച്ചുപോയി. ചോരക്കളമായ റോഡിൽ നിന്നും ടയറിനടിയിൽപ്പെട്ട് അരഞ്ഞുപോയവരെയും പരിക്കേറ്റവരെയും അപകടമറിഞ്ഞ് ഓടിയെത്തിയ നാട്ടുകാരും പോലീസും ചേർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. 3 പേർ സംഭവസ്ഥലത്തും 2 പേർ ആശുപത്രിയിലേക്കുള്ള യാത്രാ മധ്യേയുമാണ് മരിച്ചത്. 2 പിഞ്ചു കുഞ്ഞുങ്ങളടക്കം 5 മരണം. വണ്ടിയിൽ കയറ്റി വിടുകയാണ് ചെയ്തത്. ഇപ്പോൾ 3 പേര് മെഡിക്കൽ കോളേജിൽ, 2 പേര് ജില്ലാ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. 2 സ്ത്രീകൾ, 2 കുട്ടികൾ, 1 പുരുഷൻ, അങ്ങനെ 5 പേരാണ് മരിച്ചിട്ടുള്ളത്. 6 പേരുടെ നില ഇത്തിരി ഗുരുതരമാണ്. ഒരു 3.5 ടണ്ണോളം ഏകദേശം ലോഡ് ഉണ്ടാവും വണ്ടിയിൽ. വണ്ടി തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും ചികിത്സയിലാണ്. കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് തടി കയറ്റി വന്ന ലോറിയാണ് ഉറങ്ങിക്കിടന്നവരുടെ മേലേക്ക് ഇടിച്ചു കയറിയത്. നിർത്താതെ ഓടിച്ചുപോയ കണ്ണൂർ ആലങ്ങാട് സ്വദേശിയായ ക്ലീനർ അലക്സ്, കണ്ണൂർ സ്വദേശി ജോസ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡ്രൈവർ ജോസ് മദ്യപിച്ച ശേഷം വാഹനത്തിൽ ലക്കുകെട്ട് കിടന്നുറങ്ങുകയായിരുന്നു. ലോറി ഓടിച്ചിരുന്നത് ലൈസൻസ് ഇല്ലാത്ത ക്ലീനറായ അലക്സ് എന്നും പോലീസ് പറയുന്നു. ഇയാളും മദ്യലഹരിയിലായിരുന്നു. വണ്ടി ഓടിച്ച പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായത് ഇതിലെ ഒരു കിളിയായിട്ടൊരാളുണ്ട്, അലക്സ്. അയാളാണ് വണ്ടി ഓടിച്ചത്. ലൈസൻസ് ഇല്ലെന്നാണ് മനസ്സിലായത്. മദ്യപിച്ചിട്ടുണ്ട്. വൈദ്യപരിശോധന നടത്തി അവരെ സ്റ്റേഷനിൽ സൂക്ഷിക്കുന്നുണ്ട്. കേസ് 304 തന്നെയാണ് കേസ് എടുത്തിരിക്കുന്നത്. സാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് കസ്റ്റഡിയിലുണ്ട്. മനഃപൂർവമായ നരഹത്യ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ വലപ്പാട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വാഹനത്തിന്റെ പെർമിറ്റ് കട്ട് ചെയ്യാനും ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാനും മോട്ടോർ വാഹന വകുപ്പും തീരുമാനിച്ചിട്ടുണ്ട്. ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ഈ ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുക്കുന്നുണ്ട്, അതും സസ്പെൻഡ് ചെയ്യും നമ്മൾ. അതുകൂടാതെ രജിസ്ട്രേഷൻ റദ്ദാക്കും. വണ്ടിയുടെ രജിസ്ട്രേഷൻ കണ്ണൂരുള്ള ഒരാളുടെ പേരിലാണ്. സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പരിശോധന കർശനമാക്കുമെന്നും ഗണേഷ് കുമാർ. കുറ്റക്കാരെ വെറുതെ വിടില്ലെന്ന് മന്ത്രി K രാജൻ. മരണപ്പെട്ടവരെ സഹായിക്കുന്നതിനുള്ള സംവിധാനം മുഖ്യമന്ത്രിയുടെ പ്രത്യേക സഹായ നിധിയിൽ നിന്നുണ്ടാകും. അത് സാധാരണ CMDRFന്റെ നോംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അവരുടെ കൂടുതൽ സഹായങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ കാര്യം പരിശോധിക്കുന്നത്. വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ഡ്രൈവറും ക്ലീനറും വണ്ടിയും പോലീസ് കസ്റ്റഡിയിലുണ്ട്. എന്തായാലും ഈ സംഭവത്തിനെ കുറിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ട് പോലീസിനോട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനുശേഷം നമുക്ക് വേണ്ട നടപടി ഇതിന്റെ പുറത്ത്. മൃതദേഹങ്ങൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ന്യൂസ് മലയാളം, തൃശൂർ.